രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവന് വേണ്ടിയും എന്റെ കുടുംബത്തിനു വേണ്ടിയും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. സൂര്യ എവിടെ? ഉറങ്ങ, ഒരു ബോധവും ഇല്ലാതെ ഉറങ്ങ. സൂര്യ സാറിനത് പറ്റും. എന്റെ കഴുത്തിൽ താലി കിട്ടിയതോ, അതോടെ എന്റെ ജീവിതം ഇല്ലാതാക്കിയതോ, അതോടെ ഇനി എന്റെ കുടുംബം അനുഭവിക്കേണ്ട നാണക്കേടോ ഒന്നും ആ മനുഷ്യന്റെ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ വലിയ വണ്ടികൾ ഓടിച്ച റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് ടയറിനടിയിൽ പെടുന്ന പൂച്ചക്കുട്ടികളെ കുറിച്ചും നായ്ക്കുട്ടികളെ കുറിച്ചും പുച്ഛത്തോടെയാ സംസാരിക്കുന്നത്. സൂര്യ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അത്രേ ഉള്ളൂ. ഞാൻ ആരാ? മാഡം പറയുന്ന പോലെ കുപ്പയിൽ കിടന്ന പെണ്ണ്, ഈ വീടിന്റെ പടി പോലും ചവിട്ടാൻ യോഗ്യതയില്ലാത്തൊരുത്തി. പിന്നെ എന്തിനാ സർ ഇങ്ങനൊരു പാതകം ഞങ്ങളോട് ചെയ്തത്? അതിനുത്തരം സൂര്യയുടെ മനസ്സിൽ മാത്രമാണ്. അല്ല, എനിക്കറിയാം അതിന്റെ ഉത്തരം. സൂര്യ സാറിന് അമ്മയോട് ദേഷ്യ. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സൂര്യ സാറിന് അമ്മയെ അപമാനിക്കണം. അമ്മ തീരുമാനിച്ച വിവാഹം മുടക്കണം. അതിന് എത്രയോ മാർഗങ്ങളുണ്ട്. മണ്ഡപത്തിൽ വരാതിരിക്കാം, വന്നാ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ പകരം എന്തിനു എന്റെ കഴുത്ത് തെരഞ്ഞെടുത്തു? ആ മണ്ഡപത്തിൽ ഇഷ്ടംപോലെ പെൺകുട്ടികൾ വേറെയില്ലേ? ഓ, അവർക്കൊക്കെ ചോദിക്കാനും പറയുന്ന ആളുകളുണ്ടല്ലോ. സുദേവന്റെ മോളാവുമ്പോ എളുപ്പം. പ്രതികരിക്കാൻ അവകാശമില്ലാത്തവളല്ല ഞാൻ, അല്ലേ സർ? ചേച്ചി, അവളുടെ സംസാരം കേട്ടിട്ട് അവൾ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങി പോകുന്ന തോന്നുന്നേ. അവളുടെ അടുത്ത് നിൽക്കുന്നതേ നമ്മുടെ ഡാഡിയെ. സൂര്യ താലി കെട്ടിയ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് പോവാൻ ഡാഡി സമ്മതിക്കില്ല. അല്ല ഇന്ദ്രജയ, നന്ദിനിയോട് ഞാനൊന്ന് പേഴ്സണലായിട്ട് സംസാരിച്ചാലോ? ഇതുവരെ ഏൽപ്പിച്ച കാര്യങ്ങൾ കൊളാക്കിയിട്ട് ഇനി എന്തിലെങ്കിലും ഇടപെടാൻ പോയാലുണ്ടല്ലോ, അവൾക്ക് മുൻപേ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. ഏതു ദുരന്തം വന്നാലും ഏറ്റവും അവസാനം എന്റെ സ്ഥാനത്തിനാണ് ഭീഷണി. ഞാൻ മിണ്ടുന്നില്ല. സൂര്യ സാർ ജയിച്ചു. സൂര്യ സാറിന്റെ അമ്മയ്ക്ക് മുൻപിൽ സൂര്യ സാർ ജയിച്ചു. പക്ഷെ ഞാനോ സാർ? ഈ നിൽക്കുന്ന എന്റെ അച്ഛനോ? സാറിനെ പോലെ കോടികളുടെ സമ്പാദ്യമൊന്നും എന്റെ അച്ഛനില്ല. സാറിന്റെ കാരുണ്യം കൊണ്ട് അനുവദിച്ചു കിട്ടിയ വീട്ടില് ഞങ്ങളെ കെട്ടിപ്പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആളാ അച്ഛൻ. എനിക്ക് താഴെ 2 പെൺകുട്ടികളെ വീട്ടിലുണ്ട്. വിവാഹ മണ്ഡപത്തിൽ നിന്ന് തിരിച്ചു നാട്ടിൽ പോയ കാർത്തികേയൻ എന്തൊക്കെയാവും സാർ പറഞ്ഞുണ്ടാക്കുക? എന്റെ അനിയത്തിമാർക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? പഠിക്കാൻ പോകാൻ പറ്റുമോ? സർ, ഞാൻ അവർക്ക് വേണ്ടിയാ ജീവിച്ചത്. അച്ഛൻ വിവാഹാലോചനകൾ പലതും കൊണ്ടുവന്നിട്ടും വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ മാറി നടന്നത് അവർക്ക് വേണ്ടിയാ. സാറിനതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കോടികൾ കയ്യിലുള്ളവർക്ക് ജീവിതം വാങ്ങാനും ജീവിതം കൊടുക്കാനും ഒക്കെ എളുപ്പ. ഞങ്ങൾ അങ്ങനെയല്ല സർ. ഒരു നേരം പണിയെടുത്തില്ലെങ്കിൽ അടുത്ത നേരം വിശന്നിരിക്കേണ്ടി വരും. സാറിന്റെ മോൻ എന്റെ കഴുത്തിലിട്ട നീ താലിയുണ്ടല്ലോ, ആ മണ്ഡപത്തിൽ വെച്ച് എനിക്ക് വലിച്ചെറിയായിരുന്നു. പക്ഷെ എന്റെ കയ്യോ കാലോ മനസ്സോ ആ
നേരത്തൊന്നും ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിന്റെ കഴുത്തി കിടക്കുന്ന ഓരോ നിമിഷവും എനിക്ക് പൊള്ളുക സർ. എനിക്കിത് വേണ്ട. മോളെ, ഞാൻ പറയുന്നത് മോളൊന്ന് കേൾക്കണം. പോയില്ല അവൾ ഇതുവരെ, ഇറക്കി വിട്ടില്ല അവളെ ഇതുവരെ. മമ്മി മമ്മി ഇപ്പൊ അങ്ങോട്ട് പോരുത്, വിടന്നെ. ഇന്ന് രാത്രി ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഞാൻ ഉറങ്ങില്ല. സർ, എല്ലാം കഴിഞ്ഞ് സുഖമായിട്ട് ഇറങ്ങുന്ന സാറിന്റെ മോനുണ്ടല്ലോ, എനിക്ക് ആ മനുഷ്യനോട് ആദരവ് തോന്നിയിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ട് ബഹുമാനവും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഒരിടത്ത് പോലും ആ മനുഷ്യനോട് പ്രണയം തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നവളല്ല സർ ഞാൻ. അങ്ങനെ എന്റെ മനസ്സിനെ പഠിപ്പിച്ച് ഒതുക്കിയും ജീവിക്കുന്നവളാ ഞാൻ. സാറിന്റെ മകൻ എന്നോട് പറഞ്ഞു, ഇവിടുത്തെ വീടും സമ്പത്തും ഒക്കെ ഇനി നിന്റെ സ്വന്ത, അതൊക്കെ എടുത്ത് സന്തോഷിക്കാന്ന്. എന്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനൊരു വീടോ ഇവിടുത്തെ സമ്പാദ്യം ഒന്നുമില്ല സർ. തലേ ദിവസത്തെ കഞ്ഞിയില് ഒരു മുളക് ചതച്ചിട്ട് ഒന്നിച്ചിരുന്ന് എന്റെ അനിയത്തിമാരുമായിട്ട് കഴിച്ചാൽ കിട്ടുന്ന സുഖമൊന്നും തരാൻ ഈ കൊട്ടാരത്തിന് പറ്റില്ല. അതുകൊണ്ട് സർ തടയരുത്, എനിക്ക് പോണം. ഈ താലി എന്റെ കഴുത്തിലിടാൻ വേണ്ടി ഒരു ആചാരവും നിങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് തിരിച്ചെടുക്കാനെങ്കിലും എന്തെങ്കിലും ആചാരം ഉണ്ടെങ്കിൽ ആ ആചാരങ്ങൾക്കൊക്കെ ഞാൻ നിന്ന് തരാം. എനിക്ക് ശാപം പിടിച്ച കയറ് ഈ കഴുത്തുനിന്ന് പോയേ പറ്റൂ. അച്ഛാ, നമുക്ക് ഇറങ്ങാം, ഇപ്പൊ തന്നെ ഇറങ്ങാം. ഞാൻ പറഞ്ഞില്ലേ മമ്മി, അവളായിട്ട് സ്വയം ഇറങ്ങാൻ തീരുമാനിക്കുമ്പോ മമ്മി എന്തിനാ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മമ്മി സംസാരിച്ചാലേ പ്രശ്നമുള്ളൂ. മമ്മി ഇപ്പൊ അവളെ തടയാൻ ചെന്നാലേ ഏട്ടൻ ഈ ജന്മത്ത് അവളെ ഇവിടെ ഇറക്കി വിടത്തില്ല. സൈലൻസ് ആണ് ആന്റി ഏറ്റവും നല്ലത്. ആന്റി ഒന്നും കണ്ടിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. അവളായിട്ട് പോകുന്നു, തിരിച്ചു വരില്ല എന്ന് അവളായിട്ട് തീരുമാനിക്കുന്നു. ഞാൻ എന്റെ റൂമിലുണ്ടാവും. അവള് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വന്ന് പറയണം. ചേച്ചി, അവളെ നീ ശരിക്കും ഇറങ്ങി പോയാലോ? അവൾ ഇറങ്ങില്ല. അഥവാ ഇനി ഇറങ്ങി പോയാലും അതിനൊരു മറുപടി എന്റെ കയ്യിലുണ്ട്. എന്താണ് ആ മറുപടി? അറിഞ്ഞിട്ട് വേണമായിരിക്കും നീ അതും കൊളവാക്കാൻ. വാ. അത് ശരിയാ. സുദേവനെയും കൂട്ടി മോളുടെ മുന്നിലേക്ക് വരുമ്പോ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് നിന്നെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന്. താന്നിയൊരമ്മയുടെ അനുഗ്രഹത്തോടെ നടന്ന വിവാഹമാണിതെന്ന് സുദേവനോട് ഞാൻ പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. നിന്റെ കഴുത്തിൽ താലി വീണ ആ നിമിഷം മുതൽ സൂര്യയുടെ ഭാര്യ എന്ന പദവിയിലാണ് ഞാൻ നിന്നെ കാണുന്നത്. വേണ്ട സർ, സർ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞങ്ങള് പോകുമ്പോ ഞങ്ങൾക്ക് തടസ്സം നിൽക്കാതെ ഒന്ന് മാറിത്തരണം. ദൈവത്തെ പോലെ അങ്ങേ മനസ്സിൽ പൂജിക്കുന്ന, അങ്ങേ താണ്ടി പോവാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ലാത്തോണ്ടാ. ഞങ്ങക്ക് പോണം സർ, ഞങ്ങക്ക് ജീവിക്കണം സർ. മോളെ, മോളെ